പ്രിയപ്പെട്ടവരെ, കണ്ടതും കേട്ടതും എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു രാജാവ് തൻ്റെ മന്ത്രിയോട് 4 ചോദ്യങ്ങൾ ചോദിച്ചു. 1. ഈശ്വരൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ദിക്കിൽ നോക്കിയിരിക്കുന്നു? ഈശ്വരൻ എവിടെ ഇരിക്കുന്നു? ഈശ്വരൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇതിന് മറുപടി താങ്കൾ ഇപ്പോൾ പറയണ്ട, 1 മാസത്തിനകം പറഞ്ഞാൽ മതി. പറഞ്ഞില്ലെങ്കിൽ താങ്കൾക്ക് അതിനായിട്ടുള്ള ശിക്ഷ വിധിക്കുന്നതാണ്. മന്ത്രി ശരിയെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. ഓരോ ദിവസവും കഴിഞ്ഞു പോയി. നാളെ പറയണം, അങ്ങനെയുള്ള ദിവസം എത്തി. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ വിഷമിച്ച് വീട്ടിയിരിക്കുമ്പോൾ തൻ്റെ മകൻ്റെ മകൾ 8 വയസ്സായ കുട്ടി, ആ കുട്ടി അപ്പൂപ്പ എന്താണ് ഈ വിഷമം, എന്തിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജാവ് 4 ചോദ്യങ്ങൾ ചോദിച്ചു, അതെനിക്ക് അറിയില്ല, അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. നാളെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടായിരിക്കും. കുട്ടി പറഞ്ഞു, എന്നാൽ ആ ചോദ്യം കേൾക്കട്ടെ. അത് ഈശ്വരനുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ദിക്കിൽ നോക്കിയിരിക്കുന്നു? എവിടെ ഇരിക്കുന്നു? എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം. ഇത്രയേ ഉള്ളൂ. ഇതിന് ഞാൻ മറുപടി പറയാം. നാളെ അപ്പൂപ്പൻ കൊട്ടാരത്തിൽ പോണ്ട, ഞാൻ പോകാം, ഞാൻ പറയാം മറുപടി. അങ്ങനെ അടുത്ത ദിവസമായി. പല്ലക്ക് വന്നു. കുട്ടി രാജാവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അപ്പൂപ്പനോടെ, അപ്പൂപ്പന് സുഖമില്ല, അങ്ങ് 4 ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞു. അതിന് ഞാൻ തന്നെ മറുപടി പറയാം, ചോദിക്കൂ. രാജാവ് ചോദിച്ചു, ഈശ്വരനുണ്ടോ? കുട്ടി പറഞ്ഞു, ഉണ്ട്. ഉണ്ടെങ്കിൽ ഏത് ദിക്കിൽ നോക്കിയിരിക്കുന്നു? കുട്ടി തൊട്ടടുത്ത് ഒരു വിളക്ക് കത്തിയിരിക്കുന്നു. ഈ വിളക്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ദീപം ഏത് ദിക്കിലായിട്ടാണ് നോക്കിയിരിക്കുന്നത്, പറയാമോ? രാജാവ് പറഞ്ഞു, അത് എല്ലാ ദിക്കിലേക്കും അതിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈശ്വരനും എല്ലാ ദിക്കിലേക്കും തൻ്റെ നോട്ടം, വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എന്നാൽ ഈശ്വരൻ എവിടെ ഇരിക്കുന്നു പറയൂ. കുട്ടി പറഞ്ഞു, ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഉടനെ പാല് കൊണ്ടുവന്നു. രാജൻ, ഈ പാലിൽ എന്തൊക്കെയുണ്ട്? ഇത് പാലാണ്. ഇനി ഇതിൽ ഉറവൊഴിച്ച് വെച്ചാൽ നാളെ ആകുമ്പോൾ ഇത് തൈരാവും. ഈ തൈരിനെ കടഞ്ഞാൽ വെണ്ണയും മോരും കിട്ടും. ഈ വെണ്ണയെ ഉരുക്കിയാൽ നെയ്യ് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ആ നെയ്യ് കിട്ടൂ. അതുപോലെ തന്നെയാണ് ഈശ്വരനെ അറിയണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം ഉറവൊഴിച്ച് വയ്ക്കണം, പിന്നെ കടയണം, പിന്നെ ചൂടാക്കണം. ഇത്രയും പ്രക്രിയകൾ നമ്മൾ ചെയ്താലേ ഈശ്വരനെ കാണാൻ പറ്റൂ. ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് നമ്മളൊക്കെ പറയുമല്ലോ. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഇരിക്കുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളില്ലേ, തൂണിലും തുരുമ്പിലും ഇരിക്കുമെങ്കിൽ നമ്മളിൽ ഈശ്വരൻ കുടികൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഈശ്വരനെ അറിയണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതിങ്ങനെ അടുക്ക് ചിട്ടായിട്ട് തന്നെ വരണം. മോര്, വെണ്ണ, നെയ്യ് ഇങ്ങനെ കിട്ടുന്നത് പോലെ നമ്മൾ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റൂ. അടുത്തത്, ഈശ്വരൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? രാജൻ, അങ്ങയുടെ ചെങ്കോല് ഒന്ന് തരാമോ? രാജാവ് കൊച്ചുകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ചെങ്കോലിനെ കയ്യിൽ കൊടുത്തു. കുട്ടി ചെങ്കോല് വാങ്ങിച്ചിട്ട്, ആരെവിടെ, ഇയാളെ പിടിച്ച് തുറുങ്കിലടയ്ക്കൂ എന്ന് പറഞ്ഞു. രാജാവ് ഭയന്നുപോയി. എന്താണ് കാണിക്കുന്നത്? അതെ, ചെങ്കോൽ ആരയിലിരിക്കുന്നുവോ
അയാളാണ് രാജാവ്. ഈശ്വരനും ഇത് തന്നെയാണ്, അധികാരമുള്ളവനാണ്. സൃഷ്ടിക്കാനും നമ്മളെ നടത്തിക്കാനും കൊല്ലാനും അധികാരം ഈശ്വരന് മാത്രമേ ഉള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതിന് കഴിവുള്ള ആളാണ് ഈശ്വരൻ. അത് തന്നെയാണ് ഈശ്വരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കുട്ടി പറഞ്ഞു. രാജാവിന് സന്തോഷമായി. ആര് പറയുന്നു, എങ്ങനെ പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക. നന്ദി, നമസ്കാരം.